നമസ്കാരം. ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്നത് കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരേടാണ്. 1968 തൊടുപുഴയ്ക്കടുത്ത് ഒരു സ്കൂൾ ഹെഡ്മാസ്റ്ററെയും 4 കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ലൂസി എന്ന സ്ത്രീയുടെ കഥ. ഒരു സാധാരണ വീട്ടമ്മ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കൂട്ടക്കൊലയ്ക്ക് മുതിർന്നത്? ആ സംഭവത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് പോകാം. 1968 ഫെബ്രുവരി 8 വെള്ളിയാഴ്ച തൊടുപുഴയ്ക്കടുത്ത് പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ അധ്യാപകർ ആശങ്കയിലായിരുന്നു. ഹെഡ്മാസ്റ്ററായ ജോസഫ് അന്ന് സ്കൂളിലെത്തിയിരുന്നില്ല. തലേ ദിവസം ഒരു സ്കൂൾ വിനോദയാത്ര കഴിഞ്ഞ് വൈകിയെത്തിയതിന്റെ ക്ഷീണമാകുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ പിറ്റേ ദിവസവും ജോസഫിനെ കാണാതായതോടെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അവിടെയാണ് ആ നാടിനെ നടുക്കിയ സംഭവങ്ങളുടെ തുടക്കം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഹെഡ്മാസ്റ്റർ ജോസഫിന്റെ ഭാര്യയായ ലൂസിയെ വിലങ്ങുവച്ച നിലയിൽ ജീപ്പിൽ നിന്ന് പുറത്തിറക്കി. ലൂസി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വീടിനോട് ചേർന്നുള്ള വൈക്കോൽ തുറുമ്പുകൾ ഒന്നൊന്നായി മാറ്റിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ആ നാടിനെ മരവിപ്പിച്ചു. ആദ്യം ജോസഫിന്റെ ആദ്യ വിവാഹത്തിലെ 2 ആൺമക്കളുടെ മൃതദേഹങ്ങൾ, പിന്നീട് മറ്റൊരു വൈക്കോൽ തുറുമ്പിൽ നിന്ന് ജോസഫിന്റെയും ലൂസിയിലുണ്ടായ മകൻ പൈസിന്റെയും മൃതദേഹങ്ങൾ. ഒടുവിൽ ഒരു സൂട്ട്കേസിനുള്ളിൽ മടക്കിവെച്ച നിലയിൽ 1.5 വയസ്സുകാരിയായ മകൾ ബീനയുടെ മൃതദേഹവും കണ്ടെത്തി. 5 പേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ലൂസിയുടെ കുറ്റസമ്മത മൊഴിയിലൂടെയാണ് ആ ക്രൂരതയുടെ പിന്നിലെ കഥ പുറത്തുവന്നത്. ജോസഫിന്റെ 2ാം ഭാര്യയായിരുന്നു ലൂസി. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് കടുത്ത ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഈ പീഡനങ്ങൾക്ക് കാരണം ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലെ മക്കളാണെന്ന് അവൾ വിശ്വസിച്ചു. ഭർത്താവും മകൻ പൈസും സ്കൂൾ ടൂറിന് പോയ തക്കം നോക്കി ലൂസി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ജോസഫിന്റെ 2 ആൺമക്കളെയും ഇരുമ്പു ദണ്ടുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി വൈക്കോൽ തുറുമ്പിൽ ഒളിപ്പിച്ചു. പിന്നീട് വീട്ടിലെ രക്തക്കറകളെല്ലാം തുടച്ചുമാറ്റി. ഒന്നും സംഭവിക്കാത്തതുപോലെ ഭർത്താവിനെയും മകനെയും കാത്തിരുന്നു. അവർ തിരിച്ചെത്തിയ രാത്രി ഉറങ്ങിക്കിടന്ന ഭർത്താവിനെയും അവൾ കൊലപ്പെടുത്തി. അച്ഛനെ കൊല്ലുന്നത് കണ്ട ഓടിയ 7 വയസ്സുകാരനായ സ്വന്തം മകൻ പൈസിനെയും അവൾ വെറുതെ വിട്ടില്ല. പിറ്റേ ദിവസം 1.5 വയസ്സുകാരിയായ മകൾ ബീന കോണിയിൽ നിന്നു വീണു മരിച്ചെന്നാണ് ലൂസി മൊഴി നൽകിയത്. കേരളത്തിൽ ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിച്ച കേസായിരുന്നു ഇത്. പിന്നീട് ഹൈക്കോടതി ആ ശിക്ഷ ദൈവര്യന്തമായി ഇളവു ചെയ്തു. വർഷങ്ങൾക്കു ശേഷം ജയിൽ മോചിതയായ ലൂസിയെ പക്ഷെ സ്വന്തം വീട്ടുകാർ പോലും സ്വീകരിച്ചില്ല. ഒടുവിൽ ഒരു അനാഥാലയത്തിൽ അവർ അഭയം തേടി. ഒരുപാട് പീഡനങ്ങൾക്കൊടുവിൽ ഒരു സ്ത്രീ കൊടും ക്രൂരതയിലേക്ക് വഴിമാറിയതിന്റെയും ഒരു കുടുംബം മുഴുവൻ ഇല്ലാതായതിന്റെയും വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലായി ലൂസിയുടെ കഥ ഇന്നും നിലനിൽക്കുന്നു.